ജമാഅത്തെ ഇസ്ലാമിക്കാർ തെരഞ്ഞെടുപ്പിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ വിശ്വസിച്ചവരായിരുന്നില്ല. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി പല ഘട്ടങ്ങളിൽ പല രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി പോകേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇപ്പോൾ പലരും മത്സരിക്കുന്നുണ്ടല്ലോ. ഒരു ഘട്ടത്തിലും ഞങ്ങൾ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുമില്ല. UDFകാർക്കുള്ള പ്രചരണ മെറ്റീരിയലുകൾ ഇപ്പോൾ തയ്യാറാക്കുന്നതിന് പോലും ജമാഅത്തെ ഇസ്ലാമി വലിയ സംഭാവനയാണല്ലോ ചെയ്യുന്നത്. പലവട്ടം പല നിലപാടുകൾ സ്വീകരിച്ചിരുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. ഒരു കാലത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി പോകേണ്ട അവസ്ഥ ഇടതുമുന്നണിക്ക് ഉണ്ടായിട്ടില്ലെന്നും ജമാഅത്തെ LDF ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 4 വോട്ടിന് വേണ്ടി ആർക്കൊപ്പവും കൂട്ടുകൂടാമെന്ന നിലയിലാണ് UDF. പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താനായില്ല എന്നത് ശരിയാണ്. കോൺഗ്രസ് നേതാക്കളാണ് രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ചത്. ദേശീയപാത ഇടിഞ്ഞ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. കൊല്ലത്തുണ്ടായ വീഴ്ച കേരളത്തിന്റെ തലയിലിടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നടപ്പില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PM ശ്രീ വിവാദത്തിലും ലേബർ കോഡ് വിഷയത്തിലും ഇടതുപക്ഷത്തിന് കൃത്യമായ നിലപാടുണ്ടെന്നും അത് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എയിംസ് വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ അഭിപ്രായ പ്രകടനം വിടുവായുത്തമാണ്. വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ താൽപര്യത്തിനെതിരെയാണ് രാജീവിനെ പോലുള്ള BJP നേതാക്കൾ നിലകൊള്ളുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എങ്ങനെയാണ് അത്തരമൊരു നിലപാട് ഒരു രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിൻ്റെ അധ്യക്ഷന് സ്വീകരിക്കാൻ കഴിയുന്നത്? വളരെ നിർഭാഗ്യകരമായൊരു വശമാണത്. നമ്മുടെ കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എല്ലാ രീതിയിലും ഫലപ്രദമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അഴിമതി ഏതെങ്കിലും തരത്തിൽ ഉണ്ടെങ്കിൽ ആ അഴിമതിക്കെതിരെയുള്ള നടപടികൾ എല്ലാ തരത്തിലും നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് വ്യാപകമായ അഴിമതിയാണ് ഇവിടെ എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പോലെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഏജൻസികളുടെ കണക്കുകൂട്ടലനുസരിച്ച് കേരളമാണല്ലോ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം. എങ്ങനെയാണ് അത്തരമൊരു പദവി കേരളത്തിൽ ലഭ്യമാകുന്നത്? അപ്പോൾ അതൊന്നും വസ്തുതാപരമല്ല, തങ്ങളുടെ കൂടെയല്ല എന്നുള്ളത് കൊണ്ട് അതിനെ ആക്ഷേപിക്കുന്ന നിലയുടെ ഭാഗമായിട്ടുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണ്. TCV ന്യൂസ്, തൃശൂർ.